സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. സുധാകരൻ എന്താണ് തുടർ നീക്കം എന്താണ്? സുധാകരന്റെ പുറത്തേക്ക് വരൂ. സുരേട്ടാ പുറത്തേക്ക്. സുധാകരൻ പ്രതികരണത്തിനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, അനൂപ് അദ്ദേഹം നിശബ്ദനായിരിക്കാനാണ് പറയുന്നത്. അദ്ദേഹം സംസാരിക്കും. നിലപാട് പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്യും, പ്രവർത്തിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തന രംഗമായിട്ട് മുമ്പോട്ട് പോകും. പാർട്ടിയെ വെല്ലുവിളിക്കില്ല. പാർട്ടി തുടരാണ്ട് പിന്നെ ഞാനെവിടെയാ കൊണ്ട് പാർട്ടിയിൽ തുടരും. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് കൊണ്ട് പാർട്ടിന്റെ അകത്ത് നിഷേധിച്ചിട്ടില്ലല്ലോ, പാർട്ടിന്ന് പുറത്തൊന്നും ആക്കിയിട്ടില്ലല്ലോ. ആക്കീനോ? സുരേട്ട, താങ്കൾ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെയുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട്, അതുള്ളതാണോ? അതില്ല, ഇല്ല, മത്സരിക്കില്ല. സ്വതന്ത്രനായി മത്സരിക്കില്ല. പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. വേറെ കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ നിയോഗിക്കുമോ? കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ, അതായത് അങ്ങേക്ക് മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ? എല്ലാവരുടെയും ആളുകൾ, എനിക്ക് എന്റെ ആളുകളുണ്ട്, എല്ലാവരുടെയും എന്റെ ആളുകളുണ്ട്. അത് കമ്മിറ്റി ഉണ്ടാക്കാനും നേതാക്കന്മാരുണ്ടാക്കാനൊന്നുമല്ല, അത് പാർട്ടിക്ക് വേണ്ടിയുള്ള പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. വെല്ലുവിളിക്കാനൊന്നും ഞാനില്ല. പാർട്ടി എത്രയോ വലുതാണ്, പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ്. ഞാൻ എന്ത് പാർട്ടിയെ വെല്ലുവിളിക്കാനാണ്? അതെ, ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ പോകും. വളരെ വ്യക്തമായി സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു, പാർട്ടിയെ വെല്ലുവിളിക്കാനില്ല. സുധാകരൻ വ്യക്തമാക്കുന്നതാണ്, താൻ പാർട്ടിയെ വെല്ലുവിളിക്കാനില്ല, പാർട്ടിക്കൊപ്പം തന്നെ താൻ നീങ്ങും എന്നാണ് സുധാകരൻ. നിങ്ങൾ കണ്ട വീഡിയോ പങ്കുവെച്ചുകൊണ്ട്, ഇതേ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും തൻ്റെ നിലപാടുകൾ ആവർത്തിക്കുന്നുണ്ട്. രണ്ട് വാക്കുകൾ മാത്രം, 2 വരികളില്ല, 2 വാക്കുകൾ മാത്രം. പാർട്ടി, അതിനപ്പുറം പാർട്ടിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മാപ്രകൾ, വേശ്യാ മാധ്യമങ്ങൾ ഒരു പണിയുമില്ല, ഒരടിസ്ഥാനവുമില്ല, ഒരു ജെന്യൂനിറ്റിയുമില്ല, ഒരു ധാർമ്മികതയുമില്ല, ഒരു മൊറാലിറ്റിയുമില്ലാതെ, ഒരു സത്യസന്ധതയുമില്ലാതെ ആർക്കൊക്കെയോ വേണ്ടി കൂട്ടിക്കൊടുപ്പുകൾ നടത്തുകയാണ് അല്ലേ? ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാ. ആദ്യം വന്ന വാർത്ത എന്താ? സുധാകരൻ കേരളത്തിലേക്ക് തിരിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ വാർത്ത എന്താ വന്നത്? സുധാകരൻ പാർട്ടി വിടും. അതിന് തൊട്ട് പിന്നാലെ എന്താ വാർത്ത വന്നത്? സുധാകരൻ BJP-യിലേക്ക് പോകും. അതിനു പിന്നാലെ എന്താ പാർട്ടി വാർത്ത വന്നത്? കണ്ണൂരിലെ BJP സ്ഥാനാർത്ഥിയെ ഈ കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾ പോയി കാണുന്നു. എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് നിലപാട്. അപ്പം അയാൾ പറയാണ്, പാർട്ടി വിടുമെന്ന് കേട്ടു, സുധാകരന് വേണ്ടി ഞാൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറും. ആര് പറയുന്നു? BJP-യുടെ സ്ഥാനാർത്ഥി. ഇത് കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോൾ വീണ്ടും വാർത്ത വരുന്നു, സുധാകരൻ BJP-യിലേക്കില്ല. പിന്നെന്താണ് വാർത്ത? സുധാകരൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കും. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അടുത്ത വാർത്ത വരുന്നു. എന്താ വാർത്ത? അത് മറ്റൊന്നുമല്ല, സുധാകരൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്ന് മാത്രമല്ല, തൻ്റെ ആളുകളെ 15 നിയോജക മണ്ഡലത്തിൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 15 നിയോജക മണ്ഡലത്തിൽ തൻ്റെ സ്ഥാനാർത്ഥികളെ, തൻ്റെ ആളുകളെ സ്വതന്ത്രരായിട്ട് മത്സരിപ്പിക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ അടുത്ത വാർത്ത, സുധാകരന് സീറ്റില്ല, സുധാകരനെ കൈയൊഴിഞ്ഞു കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡ്. അതുവരെ എന്താ പറഞ്ഞ? ഹൈക്കമാൻഡിനെ മറികടന്ന് സുധാകരൻ, ധിക്കരിച്ചു സുധാകരൻ. വൈകുന്നേരമായപ്പോൾ സുധാകരൻ വഴങ്ങി, സുധാകരൻ ഈ പറയുന്ന തള്ളി, സുധാകരന് സീറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു വാർത്ത. ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം രാത്രിയായപ്പോൾ ഒരു 8 മണിയൊക്കെ ആവാറായപ്പോൾ സുധാകരൻ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്രയ്ക്ക് വേണ്ടി ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വരിക. എന്താ സുധാകരേട്ടാ നിലപാട്? അതാണ് നിങ്ങൾ കേട്ടത്. പാർട്ടിക്ക് മീതെയല്ല താൻ, പാർട്ടിക്ക് താഴെ. പാർട്ടിയാണ് തന്നെക്കാൾ, പ്രസ്ഥാനമാണ് തന്നെക്കാൾ വലുത്.
ആരാ പറയുന്നത്? സുധാകരൻ. സ്വതന്ത്രനായി മത്സരിക്കുമോ? മത്സരിക്കൂല. പാർട്ടി വിടുവോ? പാർട്ടി വിടൂല. മത്സരിക്കുന്നെങ്കിൽ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുമെന്ന് ആര് പറയുന്നു? സുധാകരൻ പറയുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ രണ്ട് വശങ്ങളുണ്ട് കേട്ടോ. അതിലൊരു ആദ്യത്തെ ചോദ്യം, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് രാവിലെ മുതൽ, അതായത് ഈ വ്യാഴാഴ്ച ദിവസം ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സുധാകരനെ ചുറ്റിപ്പറ്റി എത്ര തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കൊടുത്തു? നിങ്ങൾ വാർത്ത കൊടുക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അത് സത്യസന്ധമായിരിക്കണ്ടേ? നിങ്ങൾക്ക് തോന്നുന്ന ഊഹാപോഹങ്ങൾ, ഈ പലയാഴ്ചയാൾ കടന്നുകൊടുത്ത് വന്ന് കാശും വാങ്ങിയിട്ട് പറയുന്ന രീതിയിലുള്ള വർത്താനം കേരളത്തിലെ വേശ്യ മാധ്യമങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കേരളത്തിലെ ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്? കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെയോ? ഒരു മാന്യത വേണ്ടേ? എന്നാൽ ഈ പറഞ്ഞ വാക്കുകൾ വീണ്ടും 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 ഇന്നലത്തെ ഒരു ദിവസം എത്ര തവണ സുധാകരനെ പറ്റി കാര്യങ്ങൾ നിങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞു. ആദ്യം BJP-യിലേക്ക്, ആദ്യം പാർട്ടി വിടുമെന്നായി, പിന്നെ BJP-യിലേക്ക് എന്നായി, അത് കഴിഞ്ഞ് സ്വതന്ത്രനാണെന്നായി, പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്നായി, വിമതനെന്നായി, പിന്നെ അവസാനം പറയുന്നു അയാൾ പാർട്ടിയിൽ തന്നെ തുടരുമെന്ന്. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ആരെയാണ് നിങ്ങൾ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെയാണോ നിങ്ങൾ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? എന്തുമാത്രം വൃത്തികെട്ട ഒരു ഏർപ്പാടാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു ലജ്ജയുമില്ലാതെ, ഒരു നാണക്കേടുമില്ലാതെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുമ്പോഴെങ്കിലും ഒരു ലജ്ജ വേണ്ടേ? ഒരു നാണക്കേട് വേണ്ടേ? 3 കോടി 3.5 കോടി ജനങ്ങളുടെ മുന്നിലേക്ക് അവരുടെ മുഖത്ത് നോക്കിയിട്ടല്ലേ ഇതൊക്കെ പറയുന്നത് എന്നുള്ള ഒരു ചിന്ത വേണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, കിടന്നുകൊടുത്ത് പണവും വാങ്ങിപ്പോയിട്ട് തിരിഞ്ഞു നിന്നിട്ട് പൊലയാട്ടിത്തരം പറയുന്ന അത്തരം ആളുകൾക്ക് ഇതിലും ഭേദമുണ്ടാകും. അവർ ഇതിലേറെ നാണമുണ്ടാകും അവർക്ക്, അല്ലേ? സുധാകരൻ എന്താ പറഞ്ഞത്? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഒരു വ്യക്തിയെക്കുറിച്ച്, അത് മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അയാളുടെ ക്രെഡിബിലിറ്റി തകർക്കാൻ വേണ്ടിയിട്ട് ഇത്തരം നെറികെട്ട വാർത്തകൾ എന്ന് പറയുന്ന കുറേ തലക്കെട്ടുകൾ പൊതുമധ്യത്തിലേക്ക് പടച്ചു വിടുമ്പോൾ ഒരു മാന്യത, ഒരു തന്തക്ക് ജനിച്ചതിൻ്റെ ഒരു ഗുണം അതോ? ഞാൻ പറയുന്നില്ല. അത് കാണിക്കണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ആ വ്യക്തി തന്നെ വന്നിട്ട് നിങ്ങളോട് പറയാ, ഞാൻ പാർട്ടിയാണ്, പ്രസ്ഥാനമാണ്, അതിന് താഴെയാണ് ഞാൻ, എനിക്ക് മീതെ പാർട്ടിയുണ്ട്, പാർട്ടി മത്സരിക്കുന്നെങ്കിൽ പാർട്ടി അഡ്രസ്സിൽ, പാർട്ടി ലേബലിൽ, കൈപ്പത്തി അടയാളത്തിൽ എനിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് കൈപ്പത്തി അടയാളത്തിൽ ആവണമെന്നും നിർബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും ചോദിക്കുക, സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന്. ആരെയാ പൊട്ടനാക്കുന്നത്? ഒരു മനുഷ്യൻ പച്ചക്ക് മലയാളത്തിൽ പറയാ, അതും കേട്ടിട്ട് വീണ്ടും ചോദിക്കുക സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന്. അയാൾ പറയാ, ഞാൻ പാർട്ടിയാണ്, പാർട്ടിക്ക് മീതെയല്ല താൻ, ഞാൻ പാർട്ടിയെ ഉൾക്കൊള്ളുന്നവനാണ്, ഞാൻ പാർട്ടിക്കാരനാണ്, പ്രസ്ഥാനത്തെ കൈപ്പിടിച്ച് ഉയർത്തിയവനാണ് എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ചോദിക്കുക. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അത് ചോദിക്കാനും ഇവർക്ക് ഒരു അറപ്പ് വേണ്ടേ? വല്ലാത്തൊരു ഗഡ്സാ. ഈ കൂട്ടിക്കൊടുത്ത് നക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്ന് കേരളത്തിലെ മാപ്രകൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാ പുലഭ്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഇതുപോലെ ഒന്ന് നമ്മൾ ഇന്ന് മറ്റൊന്നും കണ്ടു കഴിഞ്ഞ ദിവസം. എന്താ? കൊച്ചിയിലെ നഗരസഭാ കൗൺസിലറായിട്ടുള്ള ദീപ്തി മേരി വർഗീസ്, അവർ BJP-യിലേക്ക് എന്ന വാർത്ത കൊടുത്ത ചാനലിലെ റിപ്പോർട്ടറെ പിടിച്ചു നിർത്തി അവർ ചോദിച്ചു, എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്കിത്? ഒരു ക്രെഡിബിലിറ്റി വേണ്ടേ? ഒരു മൊറാലിറ്റി വേണ്ടേ? അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പല ആളുകളും ഈ പറയുന്ന രീതിയിൽ സീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അയാൾ കൃത്യമായിട്ട് പാർട്ടിക്കാരനാണ്. ഇവിടെയാണ് രാഹുൽ പറഞ്ഞ അതേ വാക്കുകൾ, പാർട്ടി, പാർട്ടിക്കാരൻ. സുധാകരൻ മാത്രമാണോ അത്? അല്ല. സുധാകരന് വഴികാട്ടിയായിട്ട് ഒരു 35 വയസ്സുകാരൻ, സുധാകരൻ്റെ അത്ര പോലും അനുഭവ സമ്പത്തില്ലാത്ത ഒരു 35 വയസ്സുകാരൻ രാഹുൽ മാങ്കൂട്ടം ഇതേ നിലപാട് സ്വീകരിച്ചു. സിറ്റിംഗ് MLA ആയ തനിക്ക് സീറ്റില്ലെന്ന് അറിഞ്ഞിട്ടും, താൻ പാർട്ടിക്ക് പുറത്തായിട്ടും, പാർട്ടി തന്നെ പിടിച്ച് പുറത്താക്കിയിട്ടും ഒരു കമ എന്നൊരക്ഷരം മിണ്ടാൻ
അയാൾ തയ്യാറായിട്ടില്ല. ഇപ്പോഴും പറയാ പാർട്ടിയാണ്, പാർട്ടിക്കാരനാണെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അതാ ഞാൻ ചോദിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. കേരളത്തിലെ ഇത്രയേറെ തൻ്റെ ഇടവും നട്ടെല്ലുമുള്ള മറ്റ് രണ്ട് നേതാക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും. പക്ഷേ അവരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് 2-ാം സ്ഥാനത്തും സുധാകരനും രാഹുൽ മാങ്കൂട്ടവും ഉണ്ട്. ആ രണ്ടുപേരും പറയുന്നു പാർട്ടിയാണ്, പാർട്ടിക്കപ്പുറം മറ്റൊന്നില്ല എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെയാണ് എനിക്ക് കോമഡി തോന്നുന്നത്. അതിലേറെ എനിക്ക് വലിയ പുച്ഛവും തോന്നുന്ന ചില ആളുകൾ ചില ഇടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, പാലക്കാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, സതീശനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചില ആളുകൾ വന്നിട്ട് ഒന്നില്ലേ സതീശൻ തോക്കും, അല്ലെങ്കിൽ പിഷാരടി തോക്കും, ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യും. ചെയ്യടോ നിങ്ങൾ. BJPക്ക് വോട്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള മാനദണ്ഡം എന്താ മാനദണ്ഡം? നിങ്ങൾക്ക് രാഹുലിനോട് സ്നേഹമാണെന്നോ? അതോ നിങ്ങൾ രാഹുലിനെ പിന്തുണക്കുന്നവരാണെന്നോ? അതോ രാഹുലിനോട് വലിയ ഇഷ്ടമാണെന്നോ? എന്താണ്? നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം ഫാൻസ് ആണെന്നോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഇതിലേതാണെങ്കിലും നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ സ്നേഹിക്കുന്നവരോ പിന്തുണക്കുന്നവരോ അല്ല. ആണെങ്കിൽ അയാളുടെ നിലപാടിനൊപ്പം നിൽക്കാൻ സാധിക്കണം. പാർട്ടി പുറത്താക്കിയിട്ടും സീറ്റ് നൽകാതിരുന്നിട്ടും പാർട്ടിയെ ഒരു നോക്കുകൊണ്ടോ അരവാക്കുകൊണ്ടോ കുത്തി നോവിക്കാൻ ഇഷ്ടപ്പെടാത്ത അടിമുടി പ്രസ്ഥാനത്തിൻ്റെ രക്തം ശരീരത്തിലോടുന്ന ഒരു യുവ നേതാവ് അയാൾ പറയുന്നു പാർട്ടിയാണ്, പാർട്ടിക്കാരനാണ് എന്ന്. അപ്പോൾ ആ നിലപാടിനൊപ്പം നിൽക്കാൻ കഴിയാത്ത ആളുകൾ പറയാ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യും. ചെയ്യടോ നിങ്ങൾ. എന്നിട്ട് എന്താ രാഹുലിനെ മൂക്കിൽ വലിച്ചു കയറ്റുമോ നിങ്ങൾ? അല്ലെ സുധാകരനെ മൂക്കിൽ വലിച്ചു കയറ്റുക നിങ്ങൾ? എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അതോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ MLA ആക്കുമോ? അതോ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്താൽ രാഹുൽ മാങ്കൂട്ടം വിജയിക്കുമോ? അതോ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുമോ? അതോ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കുമോ? ഇതൊക്കെയാണോ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്? എന്നാ പിന്നെ ഉണ്ടാക്കണോ നിങ്ങൾ? ഉണ്ടാക്ക് നിങ്ങൾ. എവിടെയാണ് നിങ്ങളുടെ സ്നേഹം? എവിടെയാണ് നിങ്ങളുടെ പിന്തുണ? നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യൻ്റെ നിലപാടിനൊപ്പം നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണോ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണക്കുന്നവരാകുന്നത്? എങ്ങനെയാവുന്നത്? അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. പാർട്ടി അയാളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പാർട്ടി തന്നെ അയാളെ തിരിച്ചെത്തിക്കുവാനുള്ള വഴിയും പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെത്തുമെന്നല്ല, കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അതറിഞ്ഞിട്ടില്ലെങ്കിൽ അതും കൂടി അറിഞ്ഞോ. പാർട്ടി തന്നെ അയാളെ തിരിച്ചെത്തിക്കും. അയാൾ ഇട്ടേച്ച് പോയ സ്ഥാനങ്ങളിലേക്ക്, അല്ലെങ്കിൽ സമാനമായ സ്ഥാനങ്ങളിലേക്ക് പാർട്ടി തന്നെ അയാളെ തിരികെ എത്തിക്കും. നിങ്ങളത് മനസ്സിലാക്കിക്കോ. അപ്പോൾ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുമത്രേ, നിങ്ങൾ സതീശനെ തോൽപ്പിക്കുമത്രേ, നിങ്ങൾ പിണറായി വിജയനെ വിജയിപ്പിക്കുമത്രേ. എന്തിനാ? രാഹുലിനെ തൂക്കിക്കൊല്ലാനോ? രാഹുലിനെ അറസ്റ്റ് ചെയ്താരാ? പിണറായി വിജയൻ. ആരാ നിർദ്ദേശം കൊടുത്തേ? പിണറായി വിജയൻ. ആരാ പരാതി ഉണ്ടാക്കിയേ? പിണറായി വിജയൻ. എപ്പോഴുണ്ടാക്കി? 10 വർഷം ഭരിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ലാതെ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവിനെ ബലി കൊടുത്തത് അല്ലേ? എന്നിട്ട് ആ പിണറായി വിജയനെ വിജയിപ്പിച്ചിട്ട് എന്തിനാ? രാഹുലിനെ തൂക്കിക്കൊല്ലാനോ? ആണോടോ? അപ്പം നിങ്ങളാണോ രാഹുലിനെ സ്നേഹിക്കുന്നവർ? നിങ്ങളാണോ പാർട്ടിയെ സ്നേഹിക്കുന്നവർ? നിങ്ങളാണോ രാഹുലിനെ പിന്തുണക്കുന്നവർ? നിങ്ങളാണോ പാർട്ടിയെ പിന്തുണക്കുന്നവർ? ആണോ? എന്നാ പിന്നെ ചെയ്യടാ നിങ്ങൾ BJPക്ക് വോട്ട്. എന്താ നിങ്ങൾ കരുതിയത്? ഈ പ്രസ്ഥാനം അങ്ങനെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം എനിക്കുറപ്പാ, ഇത്തരത്തിലുള്ള ഡയലോഗുകളുമായി ഇറങ്ങി പുറപ്പെടുന്നവർ പിണറായി വിജയൻ്റെ തീട്ടം നക്കുന്ന അടിമകളാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അല്ലേ? ഒരു കോൺഗ്രസ്സുകാരന് ഇത് പറയാൻ കഴിയില്ല. ഇതാണ് രാഹുൽ പറയാ ഇപ്പോഴും പാർട്ടിയാണ്, പാർട്ടിക്കാരനാണ് എന്ന്. ആർജവത്തോടെ നട്ടെല്ലോട് കൂടി തന്നെ തഴഞ്ഞിട്ടും ചവിട്ടി പുറത്താക്കിയിട്ടും അയാൾ പാർട്ടിക്കെതിരല്ല, നേതൃത്വത്തെ അനുസരിക്കണമെന്ന് സുധാകരനോട് അയാൾ ആവശ്യപ്പെടുന്നു, ഉപദേശം നൽകുന്നു.
രാഹുൽ മാങ്കൂട്ടത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റിലൊന്ന് കയറി നോക്ക്. അവിടെ വളരെ കൃത്യമായിട്ട് നിലപാട് പറയുന്നുണ്ട് സുധാകരനോട്. നിങ്ങളെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകർ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ എത്തിക്കരുത് എന്ന് സുധാകരനോട് ഉപദേശിക്കുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം.